കാട്ടാനകളെ പോലും തോൽപ്പിച്ച് കാടിന് നടുക്കൊരു ഉണ്ണിയപ്പക്കട. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള വഴിയോരത്താണ് കടയുള്ളത്. കാനന സഞ്ചാരികളുടെ ഇടത്താവളം കൂടിയാണ്. കാലം കുറച്ച് മുന്നിലേക്ക് പാഞ്ഞെങ്കിലും ഉണ്ണിയപ്പത്തിന് പഴയ രുചിയും മണവുമൊക്കെ തന്നെ. തൊപ്പിയണിഞ്ഞ ഉണ്ണിയപ്പങ്ങൾ കുട്ടയിൽ ചൂടോടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയ്ക്കും കൊതിയും രുചിയുമുണ്ട്. 10ഉം 15ഉമല്ല, കാൽനൂറ്റാണ്ട് മുമ്പേ തുടങ്ങിയതാണ് കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കട. തിരുനെല്ലിയിലേക്കുള്ള വഴിയിൽ കാട്ടിക്കുളം കഴിഞ്ഞാൽ ഈ കട മാത്രമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ചുറ്റിലും ആനക്കാടാണെങ്കിലും അതിരാവിലെ തന്നെ ഉണ്ണിയപ്പക്കടയുടെ അടുപ്പിൽ തീയെറിഞ്ഞു തുടങ്ങും. മഴയും മഞ്ഞുമെല്ലാം മാറി മാറി വന്നപ്പോഴും ഇതിനൊന്നും ഇക്കാലം വരെയും മുടക്കമുണ്ടായിട്ടില്ല. കാലങ്ങൾക്ക് മുമ്പേ തിരുനെല്ലിയിലേക്ക് വരുന്നവരൊക്കെ ഈ ഉണ്ണിയപ്പക്കടയുടെ വിശേഷങ്ങൾ നാട്ടിലെല്ലാം പങ്കുവെക്കാറുണ്ട്. കേട്ടറിഞ്ഞ് തിരുനെല്ലി വഴി എത്താറാവുമ്പോൾ അറിയാതെ തന്നെ പുതിയ യാത്രികരും ഉണ്ണിയപ്പക്കടയുടെ മുമ്പിൽ വാഹനം നിർത്തും. മുഖം മിനുക്കിയ വലിയ കടയും സൗകര്യങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക് ആകെ തെറ്റും. ഇപ്പോഴും പുല്ലുമേഞ്ഞതും മുള കൊണ്ട് ചുവരുകൾ തീർത്തതുമായ ചെറിയ കൂര തന്നെയാണ് കട. ഇവിടെ അതിരാവിലെ മുതൽ ഉണ്ണിയപ്പം തീരുന്നത് വരെ എത്ര സമയമായാലും നല്ല വയനാടൻ കാപ്പിയും കുടിച്ച് ഉണ്ണിയപ്പം കൊണ്ട് വയറ് നിറയ്ക്കാം. ചില ദിവസങ്ങളിൽ ഉണ്ണിയപ്പം പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ തീരും. വിശേഷ ദിവസങ്ങളിൽ അല്പം കൂടുതൽ ഉണ്ടാക്കും. അല്ലാത്ത ദിവസങ്ങളിൽ പതിവ് പോലെ തന്നെ പരമാവധി 1500ഓളം ഉണ്ണിയപ്പം ഉണ്ടാക്കും. തിരുനെല്ലിയിലേക്ക് പോകുന്നവരും വരുന്നവരും തോൽപ്പെട്ട് നിന്നും തെറ്റ് റോഡ് വഴി വരുന്നവരുമെല്ലാം ഈ കടയുടെ മുന്നിലെത്തിയാൽ ഒന്നിറങ്ങും. അതോടെ കട കാലിയാകും. കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന നാടൻ കുത്തരി ഉരലിലിടിച്ചാണ് ഉണ്ണിയപ്പത്തിനുള്ള കൂട്ടുണ്ടാക്കുന്നത്. തലേ ദിവസം അരി കുതിർത്ത് ഇടിച്ച് പൊടിയാക്കി നാടൻ പഴവും തേങ്ങയും ശർക്കരയും എല്ലാം പാകത്തിന് ചേർത്ത് വെക്കും. പിന്നീട് പിറ്റേ ദിവസം രാവിലെ 5 മണിയോടെ ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങും. വലിയ അപ്പക്കാര ചട്ടിയിൽ ശുദ്ധമായ കുത്തിയാടി വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞു വരുന്ന ഉണ്ണിയപ്പം വലിയ കുട്ടിയിലേക്ക് അപ്പപ്പോൾ നിറയ്ക്കും. ഇതിൽ നിന്നും ആവശ്യത്തിന് പാക്ക് ചെയ്തു കൊടുക്കും. അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടവർക്ക് ആവശ്യത്തിന് അപ്പക്കൊട്ടയിൽ നിന്നും എടുക്കാം. തിരുനെല്ലിയിലേക്കും തോൽപ്പെട്ടിയിലേക്കും വഴി പിരിയുന്ന ഈ കവലയിലെ ഏക ഇൻഫോർമേഷൻ സെന്റർ കൂടിയാണ് കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കട. വഴി ചോദിക്കുന്നവർ മുതൽ തിരുനെല്ലിയുടെ പഴയകാല വിപ്ലവ കഥകൾ ചോദിക്കുന്നവർ വരെയുണ്ട്. എല്ലാത്തിനും കാടനുഭവങ്ങളുടെ സാക്ഷ്യവുമായി ഇവിടെ നിന്ന് മറുപടിയും കിട്ടും. 1958 വനം വകുപ്പ് തിരുനെല്ലി ദേവസ്വത്തിന് പാട്ടം നൽകിയ 25 സെന്റ് സ്ഥലത്താണ് ഈ ഉണ്ണിയപ്പക്കടയുള്ളത്. അമ്പലത്തിലേക്ക് വരുന്നവർക്ക് വഴിയും മറ്റും പറഞ്ഞു നൽകുന്നതിനുള്ള ഒരു ഇടത്താവളം എന്ന് പറഞ്ഞാലും തെറ്റില്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ കുട്ടേട്ടൻ എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചിരുന്ന ശിവദാസൻ ഈ രുചിക്കൂട്ടിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മക്കളായ വിനോദും വിജീഷുമാണ് ഈ കട ഇപ്പോൾ അതേ പെരുമയോടെ നടത്തുന്നത്. അരി ഇരുമ്പുലൊക്കെ കൊണ്ട് ഇടിച്ചു പൊടിക്കുന്ന യന്ത്രവും ഇവർ രൂപകൽപ്പന ചെയ്തു. ഒരു ട്രാവൽ ഐക്കൺ എന്ന നിലയിലും ഈ ജംഗിൾ വ്യൂ ഷോപ്പ് ഇപ്പോൾ പുറത്ത് അറിയപ്പെടുന്നു. കർണാടകയിലെ നാഗർഹോള, കുട്ടയിലെ ഇരുപ്പ് വെള്ളച്ചാട്ടം, പക്ഷിപാതാളം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലേക്കെല്ലാം എത്താനുള്ള ദൂരം, സന്ദർശന സമയം, ടിക്കറ്റ് നിരക്ക് തുടങ്ങിയവയെല്ലാം ഉണ്ണിയപ്പത്തോടൊപ്പം ഇവർ പങ്കുവെക്കും. കാടിനുള്ളിൽ വഴിയറിയാതെ എത്തി കുടുങ്ങുന്നവർക്കെല്ലാം ഒരേ സമയം അനുഗ്രഹമാണ് ഈ സങ്കേതം. കൂടാതെ തിരുനെല്ലി അമ്പലത്തിലെ പൂജാ സമയവും ക്രമീകരണവുമെല്ലാം ഇവിടെ നിന്നറിയാം. മുമ്പൊക്കെ തീർത്ഥാടകർ മാത്രം സഞ്ചാരികളായിട്ടുള്ള വഴിയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ തിരക്കും കൂടി. ഉണ്ണിയപ്പത്തിനുള്ള ആവശ്യക്കാരും ഏറിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഈ കടയെ മാറ്റിയിട്ടില്ല. എല്ലാം പഴയ പോലെ തന്നെ നിൽക്കട്ടെ എന്നാണ് കുട്ടേട്ടന്റെ മക്കൾക്കും പറയാനുള്ളത്. വന്യജീവികൾ നാട്ടിലിറങ്ങി വഴിയിൽ നിന്നുമെല്ലാം സഞ്ചാരികളെയും ഗ്രാമീണരെയും എല്ലാം വിരട്ടുമ്പോൾ ഈ ഉണ്ണിയപ്പക്കടയെ തൊട്ട് കളിക്കാൻ വരാറില്ല. ചില ചുരുക്കം ആനപ്പിണക്കങ്ങൾ ഒഴിച്ചാൽ കാര്യമായ ആക്രമണങ്ങളൊന്നും കാടിന് നടുവിലെ ഈ സങ്കേതത്തിന്റെ അനുഭവത്തിലില്ല. വഴി കാട്ടുന്നവരെന്ന പരിഗണനയായിരിക്കാം ഇതെല്ലാം എന്ന് ഇതറിയുന്നവരും തമാശയായി പറയും. വയനാടൻ സഞ്ചാരത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇങ്ങനെയും ചില കഥകൾ ചേക്കേറും.